നമ്മൾ പൊന്നാനിയിലേക്ക് പോവുകയാണ്. അവിടെ നിന്നും റമീസ് ചേരുന്നുണ്ട്. റമീസ്, അട്ടിമറി സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് ഈ പൊന്നാനി എന്ന് പറയുന്നത്. അവിടുത്തെ പ്രചാരണവും മറ്റു കാര്യങ്ങളുമൊക്കെ ഏറെ വീക്ഷിച്ചതും അങ്ങനെയാണ്, ചർച്ചയ്ക്ക് വിധേയമായതും അങ്ങനെയാണ്. ഇപ്പോൾ എവിടെയാണ്, ഏത് കേന്ദ്രത്തിലാണ് നിൽക്കുന്നത്? അവിടുത്തെ നടപടികളൊക്കെ എവിടെ വരെ എത്തിയിട്ടുണ്ട്? പ്രിയ, ഞാനിപ്പോൾ നിൽക്കുന്നത് പൊന്നാനി മണ്ഡലത്തിൻ്റെ കൗണ്ടിംഗ് സ്റ്റേഷനായ SSM കോളേജിലാണ്. SSM പോളിടെക്നിക് കോളേജിലാണ്. ഇവിടെ രാവിലെ 7 മണിക്ക് തന്നെ സ്ട്രോങ് റൂം തുറന്നു. പോസ്റ്റൽ വോട്ടുകൾ മലപ്പുറം കളക്ടറേറ്റിൽ നിന്നും കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 6681 പോസ്റ്റൽ വോട്ടുകളാണ് പൊന്നാനി മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മണ്ഡലത്തിൻ്റെ ഒരു നിലവിലെ സാഹചര്യം എന്തെന്നാലും നമുക്കറിയാം, UDFിൻ്റെ പൊന്നാപുരം കോട്ട എന്ന് പറയുന്നുണ്ടെങ്കിലും, എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും, നിരവധി ഘടകങ്ങൾ, LDFിന് പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങൾ ഉൾപ്പെടുന്ന ഒരു മണ്ഡലമായി, ഒരു തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു ഇത്തവണത്തേത്. പ്രധാനമായും ലീഗ് സമസ്ത തമ്മിലുള്ള പ്രശ്നം, ഈയൊരു ഭിന്നത പരസ്യമാക്കുന്ന വിവിധ കാര്യങ്ങൾ ഇത്തവണത്തെ പ്രചരണ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിൽ വെച്ച് തന്നെ തിരൂരങ്ങാടിയിൽ വെച്ച് ലീഗിൻ്റെ ഒരു പ്രാദേശിക നേതാവ് വലിയ രീതിയിലുള്ള പരസ്യമായ ഭിന്നത, സമസ്തയും ലീഗും തമ്മിലുള്ള ഒരു ഭിന്നത വ്യക്തമാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയായിരുന്നു ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം. ആ ഒരു ഭിന്നത വലിയൊരു അടിയൊഴുക്ക് മണ്ഡലത്തിൽ ഉണ്ടാക്കാം എന്നതാണ് LDFിൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ പോരാട്ടം പൊന്നാനിയിലേത് തികച്ചും ഏവരും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടിയായിരിക്കും പൊന്നാനി മണ്ഡലത്തിലേത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ രാവിലെ തന്നെ അതിൻ്റെ സജ്ജീകരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. രാവിലെ 7 മണിക്ക് തന്നെ സ്ട്രോങ് റൂം തുറക്കുകയും 8 മണിക്ക് തന്നെ കൗണ്ടിംഗ് ആരംഭിക്കുന്ന രീതിയിലാണ് ഈയൊരു ഇവിടുത്തെ സാഹചര്യം സെറ്റ് ചെയ്തിരിക്കുന്നത്. നിലവിൽ 6681 പോസ്റ്റൽ വോട്ടുകളാണ് മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വോട്ടുകൾ മലപ്പുറം കളക്ടറേറ്റിൽ നിന്ന് SSM കോളേജിലേക്ക്, പോളിടെക്നിക് കോളേജിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആകെ 7 ബൂത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 നിയമസഭാ മണ്ഡലങ്ങളും LDFിൻ്റെ പ്രതിനിധികളാണ് മണ്ഡലത്തിലെ MLA മാരായിട്ടുള്ളത്. മണ്ഡലത്തിൽ തൃത്താല, തിരൂരങ്ങാടി, താനൂർ, തിരൂർ, കോട്ടക്കൽ, തവനൂർ, പൊന്നാനി എന്നീ മണ്ഡലങ്ങളിൽ താനൂർ, തവനൂർ, തൃത്താല, പൊന്നാനി എന്നീ 4 മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിനോടൊപ്പവും മറ്റ് 3 മണ്ഡലങ്ങൾ IUMLൻ്റെ കൂടെയും UDFിൻ്റെ കൂടെയും MLA